ഒരു 2 മിനിറ്റ്. മച്ചാൻ എന്നുള്ള പേര് എങ്ങനെ കിട്ടിയതാണ്? അത് സിദ്ദിഖ് തന്നെ എന്നോട് ചോദിക്കണം. അതായത് ഹരിശ്രീയിൽ 2 വർഗീസുമാർ വന്നു ഒരു സമയത്ത്, NF വർഗീസും നമ്മുടെ ഈ കൊച്ചു വർഗീസും. അപ്പോൾ ഈ കൊച്ചു വർഗീസിന് ഞാനാണെന്ന് മച്ചാൻ വർഗീസ് എന്ന് പേര് കൊടുത്തത്. കാരണം എന്തു പറഞ്ഞാലും ഒരു മുൻപിലൊരു മച്ചാനുണ്ടാവും, പുറകിലൊരു മച്ചാനുണ്ടാവും. ഇന്ന് പ്രോഗ്രാം ഉണ്ട് മച്ചാനെ, ഞാൻ പോയിട്ട് വരാം മച്ചാനെ. എപ്പോഴും തുടക്കത്തിലൊരു മച്ചാൻ പറയും, അവസാനിപ്പിക്കുമ്പോഴൊരു മച്ചാൻ പറയും. അങ്ങനെ ആ പേര് തന്നെ മച്ചാന് കൊടുക്കുകയും പിന്നീട് സിനിമയിൽ മച്ചാൻ വർഗീസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മച്ചാൻ ഒരു നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മച്ചാൻ്റെ മിമിക്രി അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ മച്ചാൻ എന്താ ഇപ്പോൾ അവതരിപ്പിക്കാൻ? ഞാൻ എന്തെങ്കിലും ചെറിയ കോമഡി ആയിട്ടൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു പോരും, ഒരു പാട്ടൊക്കെ പാടിയിട്ട് രക്ഷപ്പെട്ടു. പാട്ട് പാടും. അങ്ങനെയാണെങ്കിൽ മച്ചാൻ ഒരു പാട്ട് പാടാം. വീടിനു പൊന്മണി വിളവാടിനു നിധിനി കുടുംബിനി പതിയെ കൂപ്പും നിൻകരതാരുകൾ പതിയുവതെല്ലാം സഫലം കടമകൾ ചെയ്യുവാനർപ്പിച്ചൊരു നിൻ കമനീ ജന്മം വിമലം വീടിനു പൊന്മണി വിളക്കുനി തറവാടിനു നിധിനി കുടുംബിനി. ഒരു ചെപ്പുമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അത്ഭുത ചെപ്പ്. ഇത് തുറന്നാൽ അത്ഭുതങ്ങളാണ് പുറത്തു വരുന്നത്. ശ്രീലക്ഷ്മി ഇവിടെ ഇരിക്കുന്ന ആളല്ല സ്റ്റേജിൽ കണ്ടപ്പോൾ. അതുപോലെ നമ്മളെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തെസ്നിഖാനുണ്ട്. തെസ്നിഖാൻ്റെ മിമിക്രി അറിയോ? മിമിക്രി എനിക്കറിയില്ല. പിന്നെ മിമിക്രിക്കാരുടെ കൂടെ എങ്ങനെ കയറി? ഞാൻ വരുന്ന കാലത്ത് പെൺകുട്ടികളൊന്നും അധികം ഉണ്ടായില്ല. ആ കെയർ ഓഫിൽ കയറി പറ്റിയത്? അങ്ങനെ കയറി പറ്റിയ ആളാണ് ഞാൻ. മാജിക് ആയിരുന്നല്ലേ? മാജിക്കാണ് കൂടുതലുണ്ടായിരുന്നത്. ഞാൻ ഈ പിന്നെ മിമിക്രി സ്കിറ്റിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ വയസ്സിൽ തുടങ്ങി. ചെറുപ്പക്കാർ മുതൽ ആ കാലം വന്ന സമയത്ത് നാദിർഷാ, ദിലീപ്, അശോകേട്ടൻ, അവരുടെ പ്രസാദേട്ടൻ, ഇവരുടെ കൂടെ ആ സമയത്ത് ഒരു പെൺകുട്ടികളും ഈ ഫീൽഡിലേക്ക് വരാറില്ല. അതായത് പെൺകുട്ടികൾ ഒരു കാലഘട്ടത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. മിമിക്രി ആയാലും ഹ്യൂമർ രംഗങ്ങളിലായാലും ഒക്കെ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിവുള്ള സുബി അല്ലേ? സുബി ഇപ്പോൾ വളരെ പോപ്പുലറാണ്. ഹ്യൂമർ ചെയ്യുന്ന പെൺകുട്ടികൾ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഹ്യൂമർ ചെയ്യാൻ നമുക്ക് വളരെ വിരളമായിട്ടേ ഉള്ളൂ. അതിൽ സുബി വളരെ മിടുക്കിയാണ്. ഞാൻ ഒരുപാട് ഷോ കാണാറുണ്ട് സുബിയുടെ. താങ്ക് യു സർ. മിമിക്രി ചെയ്യാറുണ്ടോ? അനുകരിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ അനുകരണമൊന്നും എനിക്കറിയില്ല. സ്കിറ്റാണ് ചെയ്യാറ്. എന്തുകൊണ്ടാണ് ഹ്യൂമർ തിരഞ്ഞെടുത്തത്? അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, വന്ന് പെട്ടുപോയതാ ഇതിനകത്ത്. ആദ്യമായിട്ട് വന്ന് പെട്ടത് ഒരു കോമഡി പ്രോഗ്രാമിലായിരുന്നു. ടിനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ പ്രോഗ്രാമിലേക്ക്. അതിനു മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള ഒഴിച്ച് അഭിനയിച്ചിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്? അത് അങ്ങനെ അറിയില്ല. ഒരു നല്ല അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയ ഒരു കോമഡി പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ മമ്മിയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ചെന്ന് ചെയ്തു. താങ്ക് യു വെരി മച്ച്. മറ്റൊരു കലാകാരി ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക സ്കിറ്റിലൂടെയാണ് ആദ്യം സിനിമയിലാണ് വന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ആദ്യം ഒരു ടെലിഫിലിമിലാണ് ബാലേന്ദ്രൻ സാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് വിയറ്റ്നാം കോളി എന്ന് പറഞ്ഞ സിദ്ദിഖ് ലാൽ സാർമാർ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അതെ, ചുരിദാർ. അതെ, ചുരിദാർ. അതാണ് എൻ്റെ ഫസ്റ്റ് പടം. അത് കഴിഞ്ഞിട്ടാ വെങ്കലത്തി. അതെ, ധൈര്യമായിട്ട് തന്നെ പറയാം, അത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ വർഷമൊന്നും സാറ് പറഞ്ഞ് ഓർപ്പിക്കേണ്ടതില്ല. കാരണം ഞാൻ അന്ന് 13 വയസ്സിലാണ് അഭിനയിക്കാൻ വന്നത്. ഇനി വർഷം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അന്നും ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിലെ മിമിക്രി കലാകാരന്മാരെ തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മിമിക്രി കലാകാരൻ ശ്രീ സാജു കൊടിയൻ. പ്ലീസ് കം. സാജുവിനെ കാണുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ പ്രധാനമന്ത്രിയാണ് അല്ലേ? ഈ വാജ്പേയി അവതരിപ്പിച്ചുകൊണ്ടാണോ സത്യത്തിൽ സാജു പോപ്പുലറായത്, അല്ലെങ്കിൽ താത്തയാണോ? ഏതാണ് സാജുവിൻ്റെ പോപ്പുലർ നമ്പർ? താത്തയെ അനുകരിച്ചുകൊണ്ടാണ് ഒരു പിടിവള്ളിയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. പിന്നെ നമ്മളൊരു സ്വന്തമായിട്ടൊരു വാജ്പേയി എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ വാജ്പേയിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിലാണ്? നിപ്പിലാണോ, നോട്ടത്തിലാണോ, ചിരിയിലാണോ? അല്ല, ടൈമിംഗ് ഇല്ല. അതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കുമ്പോഴായിട്ട് അല്ലെങ്കിൽ ഒരു വേദിയിൽ വരുമ്പോൾ നമുക്കൊരു ടൈമിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൈക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കി
എന്നിട്ട് നമ്മൾ നേരെ വന്നിട്ടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ പറയാ. പറയുക. അതാണ് സാധാരണ മാനുഷികമായ. ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഒന്ന് മൈക്ക് പിടിക്കൂ പ്ലീസ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് തുടങ്ങുന്നത്. താങ്ക് യു. സാജു കൊടിയൻ ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിലൂടെ കേരളീയരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട്. അത് സാജു കൊടിയൻ്റെ ദിനങ്ങൾ, അതായത് ഒരു വലിയ വിജയം സാജു കൊടിയന് സിനിമാ രംഗത്തും ഈ കലാരംഗത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കുടിയനല്ല കേട്ടോ, കൊടിയൻ. കൊടിയൻ പതുങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഈ ഹ്യൂമർ ചെയ്യുമ്പോൾ ഹ്യൂമറാണല്ലോ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യുമ്പോൾ അല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ചെയ്യായിരുന്നു. സത്യമായിട്ടും ഞാനല്ല ഇതിന് ഉത്തരവാദി, ഇതേ പ്രസാദേട്ടൻ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഫുൾ ക്രെഡിറ്റും പ്രസാദേട്ടനാണ്. കാരണം കോമഡി സാറെ ഞാൻ ആദ്യം ചെയ്തിട്ടില്ല. അതുപോലെ ദേവി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ദേവിക്ക് ഏറ്റവും നന്നായി ഇണങ്ങിയെന്ന് തോന്നുന്നു? ഇണങ്ങിയെന്ന് തോന്നുന്നത് കാരണം കാലാവധി വെച്ച് നോക്കുവാണെങ്കിൽ കോമഡി മിമിക്സിൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് പണിക്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇപ്പം 4ാമത്തെ വർഷമാണ് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്രയും ആ സെയിം ക്യാരക്ടർ ഇത്രയും ലെങ്തായിട്ട് ചെയ്യാൻ പറ്റിയത് തികച്ചും വളരെ ഒരു ഉള്ള മിമിക്രി കലാകാരന്മാരും ഇപ്പോഴുള്ള പ്രധാന വ്യത്യാസം എല്ലാവരും നന്നായി പാടുന്നവരാണ്, നന്നായി ഡാൻസ് ചെയ്യുന്നവരാണ്. അത് വളരെ അത്ഭുതകരമായ മാറ്റമാണ്. മിക്കവാറും നല്ല ശബ്ദത്തിൽ, നല്ല താളത്തിൽ, നല്ല സ്വരമാധുര്യത്തോടു കൂടി പാടാൻ കഴിവുള്ളവർ കൂടിയാണ് മിമിക്രി കലാകാരന്മാർ. അപ്പോൾ സർവ്വകലാവല്ലഭന്മാരാണ് മിമിക്രി കലാകാരന്മാരെന്ന് കൂടി പറയുകയാണ്. അതുപോലെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. വരയ്ക്കാൻ കഴിവുള്ള ഒരു കലാകാരനാണ്, മിമിക്രി കലാകാരനാണ് ഷിനാജ്. മാക്കിൻ്റെ എംബ്ലം ചെയ്തിരിക്കുന്നതും ഈ ഷിനാജാണ്. ഷിനാജിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എഴുതുന്ന മിമിക്രിക്കാരുണ്ട്, പാടുന്ന മിമിക്രിക്കാരുണ്ട്, ഡാൻസ് ചെയ്യുന്ന മിമിക്രിക്കാരുണ്ട്, വരയ്ക്കുന്ന മിമിക്രി. ലാൽ നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. ഞാൻ കുട്ടിക്കാലത്ത് മിമിക്രി ആയിരുന്നു, അല്ലെങ്കിൽ വരയുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ചിത്രകല ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. കാരണം നമുക്കറിയാവുന്നൊരു കലയുടെ ബേസ് അറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ കോട്ടയത്ത് സ്കൂൾ ഓഫ് ആർട്സ്, രേന സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയും, അവിടെ ഞാനൊരു 2 വർഷം പഠിച്ചു. പഠിച്ചതിന് ശേഷം പിന്നെ മിമിക്രി കൊണ്ട് നമുക്ക് ഒത്തിരി എന്താ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചിത്രകലയുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചിത്രകലയും മിമിക്രിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്? കാരണം നമ്മൾ കൂടുതലും കേരളത്തിലെ ഇപ്പോൾ ഉള്ള കോട്ടൻ നസീർ, പിന്നെ രാജാസാഹിബ് വരയ്ക്കും, പിന്നെ ഹരിശ്രീ മാറ്റൻ വരയ്ക്കും, KS പ്രസാദേട്ടൻ വരയ്ക്കും, സോളമൻ വരയ്ക്കും, അങ്ങനെ നിരവധി നവാസ് വരയ്ക്കും, നല്ലപോലെ വരയ്ക്കും, മെക്കാട്ടിൻ സാർ വരയ്ക്കും. ഇത്തരം മൈല്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ് നമ്മൾ. അത് തന്നെയാണ് ചിത്രകലയുടെ ബേസ്. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു പടം വരയ്ക്കാമോ? ആരുടെ വരയ്ക്കാം? എൻ്റെ വരയ്ക്കാമോ? വരയ്ക്കാം.